ഹായ്. ഇന്നത്തെ നമ്മുടെ ലെസൺ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ആ ഒരു സീരീസിലെ ഒരു ലെസൺ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പ്രസൻറ്റ് സിമ്പിൾ ടെൻസിനെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെയും ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ലെസൺ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് എങ്ങനെയാണ് ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ മാറ്റുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള 2 ലെസൺ കണ്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് കാണാൻ ശ്രമിക്കണം. കാരണം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാരണം ആ ലെസൺസ് കൂടി കണ്ടാൽ കുറേ കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അത്. ഇന്നത്തെ നമ്മുടെ ലെസൺ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ഡ്രിവൺ എ കാർ. അത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഐ ഹാവ് ഡ്രിവൺ എ കാർ, ഞാൻ ഒരു കാർ ഓടിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതിന് ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഐ ഹാവ് ഡ്രിവൺ എ കാർ, ഐ ആണ് സബ്ജക്റ്റ്. അതുപോലെ അതിനകത്ത് ആക്ഷൻ ഹാവ് ഡ്രിവൺ എന്നതാണ്. അപ്പോൾ വെർബ് ആണ് ഹാവ് ഡ്രിവൺ. പിന്നെയുള്ളത് ഓബ്ജക്റ്റ്, എ കാർ എന്നത് ഓബ്ജക്റ്റാണ്. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഓബ്ജക്റ്റിനാണ് പാസീവ് വോയിസിൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഓബ്ജക്റ്റിനെ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരണം, സബ്ജക്റ്റിനെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്കും കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഓബ്ജക്റ്റ് തന്നെയാണ്. എ കാർ, കാറിനാണ്, അവിടെ ഓബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. എ കാർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ എൻഡിൽ വരുന്ന വേർഡ് സബ്ജക്റ്റ് ആയിരിക്കണം. ഐ ഹാവ് ഡ്രിവൺ എ കാർ എന്നതിൽ ഫസ്റ്റ് വരേണ്ടത് എ കാർ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ ഐ എന്നതിനെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീ എന്നായി മാറും. അപ്പോൾ എ കാർ, പിന്നെ എൻഡിൽ മീ. ഇനി വേർബ്, ഇതിനകത്ത് വേർബ് ഹാവ് ഡ്രിവൺ എന്നതാണ്. എപ്പോഴും പാസീവ് വോയിസിൽ ഉപയോഗിക്കേണ്ടത് തേർഡ് ഫോം ഓഫ് ദി വേർബ് ആണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. ഡ്രൈവ് എന്നതിൻ്റെ V3 ഫോം ഡ്രിവൺ എന്ന് തന്നെയാണ്. ഡ്രൈവ് ഫസ്റ്റ് ഫോം, ഡ്രോവ് സെക്കൻഡ് ഫോം, ഡ്രിവൺ തേർഡ് ഫോം. അപ്പോൾ നമുക്ക് വേണ്ടത് ഡ്രിവൺ എന്നാണ്. പക്ഷേ ഈ ഡ്രിവൺ എന്ന ആ ഒരു വേർബിൻ്റെ ഫോം മുഴുവനായിട്ടില്ല, അത് തേർഡ് ഫോം മാത്രം ആയിട്ടുള്ളൂ. അതിനൊരു ഹെൽപ്പിംഗ് വേർബ് കൂടി വേണം. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഹെൽപ്പിംഗ് വേർബ് ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ആണ്. അപ്പോൾ അവിടെ ഹാസ് ബീൻ അതല്ലെങ്കിൽ ഹാവ് ബീൻ, അത് സെലക്ട് ചെയ്യേണ്ടത് ഹാവ് ബീൻ വേണോ ഹാസ് ബീൻ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓബ്ജക്റ്റാണ്. ഓബ്ജക്റ്റ് എന്താ? ഓബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് മാറ്റി. ഇനി അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഹെൽപ്പിംഗ് വേർബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എ കാർ എന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണാണ്. അപ്പോൾ എ കാർ ഹാസ് ബീൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എ കാർ ഹാസ് ബീൻ ഡ്രിവൺ. മീ എന്നതിൻ്റെ മുൻപിൽ, അതിന് മുന്നിൽ ബൈ എന്ന ഒരു വേർഡ് കൂടി, ഒരു പ്രെപ്പോസിഷൻ കൂടി ആഡ് ചെയ്യുക. ബൈ മീ എന്നാക്കുക. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസായി. ഐ ഹാവ് ഡ്രിവൺ എ കാർ എന്ന ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസാക്കി മാറ്റിയപ്പോൾ എ കാർ ഹാസ് ബീൻ ഡ്രിവൺ ബൈ മീ. ഐ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് വന്നതുകൊണ്ടാണ് മീ എന്നായത്. ഐ ഹാവ് ഡ്രിവൺ കാസ് എന്നായിരുന്നെങ്കിൽ കാസ് ഹാവ് ബീൻ ഡ്രിവൺ ബൈ മീ. മനസ്സിലായില്ലേ? ഐ ഹാവ് ഡ്രിവൺ എന്നതിന് പകരം വി ഹാവ് ഡ്രിവൺ എ കാർ എന്നായിരുന്നെങ്കിൽ എ കാർ ഹാസ് ബീൻ ഡ്രിവൺ ബൈ അസ് എന്നാക്കണം. വി എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ വി എന്നത് അസ് എന്നായി മാറും. അതുപോലെ യു ഹാവ് ഡ്രിവൺ എ കാർ ഹാസ് ബീൻ ഡ്രിവൺ ബൈ യു. യു അതുപോലെ തന്നെ ഓബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ അതുപോലെ തന്നെ. ഇനി ഹി has driven a car has been driven by him. ഹി എന്നത് ഹിം ആയി മാറും. അതുപോലെ ഷീ ആണെങ്കിൽ അത് ഹെർ എന്നായി മാറും.
She has driven a car. A car has been driven by her. ഇനി they ആയിരുന്നെങ്കിൽ they have driven a car. A car has been driven by them. ഒരാളുടെ നെയിം റീന has driven a car. A car has been driven by റീന. അപ്പോൾ മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസിനെ പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഉള്ള ടെൻസ് വേർബിൻ്റെ തേർഡ് ഫോം തന്നെ ആയതുകൊണ്ട് നമുക്ക് വേർബിൻ്റെ തേർഡ് ഫോം കണ്ടുപിടിക്കേണ്ട ആവശ്യവും ഇല്ല. പാസീവ് വോയിസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താ? ഓബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് V3 form of the verb plus by plus subject. by എന്ന ഒരു preposition സബ്ജക്റ്റിന് മുമ്പിൽ ചേർക്കണം. കാരണം സെൻറ്റൻസിൻ്റെ ഡുവർ ഓഫ് ദ ആക്ഷൻ മാറുന്നില്ല. രണ്ട് സെൻറ്റൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഹി ഹാസ് പെയിൻറ്റഡ് ദ വാൾ. അവൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ദ വാൾ has been painted by him. ഇനി വേറൊരു സെൻറ്റൻസ്, they have done the വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. the work has been done by them. ഇപ്പോൾ ഈസി ആയില്ലേ? ഇനി കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് എങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതണം.